അല്ല മക്കളെ, എന്തൊക്കെയുണ്ട് വർത്താനം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കുഴപ്പമൊന്നുമില്ല. അതാ തട്ടിമുട്ടിയൊക്കെ തന്നെ ഓരോ ദിവസം കടന്നു പോണത്. അപ്പം ഇടക്കും തലക്കും ഒരു വീഡിയോ ആയിട്ട് ഇങ്ങനെ വരുന്നതെന്നല്ലാതെ ഒരു വിവരമില്ലല്ലോ എന്ന് ചിലവരെങ്കിലും നമ്മളെ വീഡിയോ കാണുന്ന ചിലവരെങ്കിലും ചിന്തിക്കാതെ വന്നിട്ടുണ്ടാവില്ല അല്ലേ. അപ്പം ഞാൻ എവിടേക്കും പോയിട്ടില്ല. അതാ ഇവിടെ തന്നെ ഉണ്ട്. 24 മണിക്കൂർ പോരാന്ന് തോന്നി തുടങ്ങിയിട്ടുണ്ട് കേട്ടോക്ക്. അപ്പം അതിപ്പോൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാനായിട്ട് വന്നതാണ്. അപ്പം നമുക്ക് തുടങ്ങിയാലോ. രാവിലെ തന്നെ ആ ഒരു ചായക്കുടിയും അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് മൂപ്പർക്കാണെങ്കിൽ ഇന്ന് ലീവാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ച് പച്ചക്കറി കൂടെ പോകാനുണ്ടായിരുന്നു കേട്ടോ. വാഴയൊക്കെ എങ്ങനെ ആയി, കൊല വന്നോ എന്നൊക്കെ അറിയണമല്ലോ. അപ്പം അങ്ങനെ വാഴയൊക്കെ നോക്കി വന്ന് വാഴൻ്റെ ഇതൊക്കെ പൊട്ടിക്കാനായിട്ട് പോയതാണ്. ഇതിപ്പോൾ ഞാൻ ആരെങ്കിലുമൊക്കെ കറി വെക്കാനായിട്ട് എടുത്ത് കൊണ്ടുപോയിക്കോട്ടെ. പിന്നെ കുറച്ച് വെള്ളരി പറിക്കാനുണ്ടായിരുന്നു, അതും കൂടി പറിച്ചു കടയിൽ കൊണ്ടു കൊടുത്തു. ബാക്കിയുള്ളത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നമുക്ക് അയൽവക്കക്കാർക്കും എല്ലാവർക്കും കൊടുക്കാനാണ്. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞ് പിന്നെ ഉച്ചക്കലെ ചോറീറ്റിയും കഴിഞ്ഞിട്ടാണ് ഈ ഒരു പോക്ക് പോണത്. ആ 24 മണിക്കൂറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, അത് തന്നെയാണ് കേട്ടോ. ഉച്ച കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോത്തുകളപ്പം പോകാനുണ്ട്. ഇപ്പം അതാണ് പണി. അപ്പോൾ പോത്തുകളെ വിട്ട് കൊണ്ടാണ് അവർക്ക് തീറ്റയൊക്കെ കൊടുക്കണമല്ലോ. പിന്നെ മൂപ്പര് പണിക്ക് പോകുമ്പം എല്ലാം കൂടി മൂപ്പർക്കിട്ട് മാനേജ് ചെയ്യാൻ കഴിയൂല. നമ്മളാണെങ്കിൽ പിന്നെ വെറുതെ ഇരിക്കുകയാണല്ലോ, ആ 4 ചുമരും നോക്കിയിട്ട് കുത്തിരിക്കല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു പോത്തിനെ മേക്കാനായിട്ട് ഞാനുണ്ട് ഇറങ്ങാൻ. എനിക്ക് 2 തുണക്കാരത്തിയാളും കൂടി ഉണ്ട്. അപ്പോൾ മൂപ്പര് തുണക്കാരൻ തന്നെയാണ് കേട്ടോ. നമ്മളെ ഇവിടെ ചുറ്റുവട്ടത്തിൽ ഏകദേശം വീടുകളിൽ ഇപ്പോൾ പോത്തുണ്ട്. പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ പോത്തായതുകൊണ്ട് ഇപ്പോൾ ഏകദേശം വീടുകളിലുണ്ട് കേട്ടോ. ഒരു 5000 ഉറുപ്പ്യ കൊടുത്താൽ നമുക്കൊരു പോത്തുംകുട്ടിനെ കിട്ടുകയാണല്ലോ. അപ്പോൾ അങ്ങനെ ഏകദേശം ആൾക്കാർ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരു സംഘം ചേർന്ന് ഞങ്ങൾ 3 ആളും കൂടിയാണ് പോത്തിനെ മേക്കാനായിട്ട് പോകലിപ്പോൾ. അപ്പോൾ അതാണ് ഉച്ച കഴിഞ്ഞിട്ട് വീഡിയോ ഇടാനായിട്ട് കഴിയാത്തത്. പക്ഷെ എനിക്ക് നിങ്ങളെ മറക്കാൻ കഴിയുമോ? ഞാനിതാ ഇടയ്ക്ക് ഇതിങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കും നൽകും ലോങ് വീഡിയോ ആയിട്ടും അതിൻ്റെ ഇടയിൽ കൂടെ ഷോർട്ട് വീഡിയോ ആയിട്ട് ദിവസം വരുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ കണ്ട് സഹകരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. എന്നെ മറക്കൂലെന്നും കൂടി ഞാൻ വിചാരിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളെ മറക്കൊന്നുമില്ല. കുറേ ആയില്ലേ നമ്മൾ ഒപ്പം കൂടിയിട്ട്, 5 കൊല്ലത്തോട് അടുക്കുന്നുണ്ട് നമ്മൾ വീഡിയോയും ചാനലും കാര്യങ്ങളൊക്കെ ഒപ്പത്തിനൊപ്പം കൂടിയിട്ട്. അപ്പം നിങ്ങളും തന്നെ എൻ്റെ ഒപ്പത്തിനൊപ്പം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ്. അപ്പം അങ്ങനെ പോത്തിനെ അങ്ങോട്ട് ആക്കി കൊടുത്തിട്ട് ഞാനിങ്ങോട്ട് പോന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരം ഞാൻ തീറ്റിച്ചു. കഴിഞ്ഞിട്ടും പിന്നെ മൂപ്പര് വന്ന് കഴിഞ്ഞാൽ മൂപ്പരുടെ കൈകളിൽ സുരക്ഷിതമായിട്ട് ഏൽപ്പിച്ചിട്ട് ഞാനിങ്ങോട്ട് തിരിച്ചു പോന്ന്. വീട്ടിലെത്തി വേഗം കാലും കൈയൊക്കെ കഴുകിയിട്ട് ഇനി എന്താ പരിപാടി ചോദിച്ചാൽ ചെറിയൊരു ഷോർട്ട് വീഡിയോ ഇടാണ്ട്, അതിൻ്റെ പരിപാടി ഉണ്ട്. അതിൻ്റെ ഇടയിലാണ് ഇതും കൂടി തീർക്കട്ടെ എന്ന് വിചാരിച്ചത്. എന്തെങ്കിലും റെസിപ്പി കാണിച്ചു തന്നിട്ട് കുറേ ദിവസമായല്ലോ. റെസിപ്പി കാണിച്ചു തരുന്നതിൻ്റെ മുന്നേ ഇതാക്കണം ചെറിയൊരു നാരങ്ങ വെള്ളം കലക്കി കുടിക്കട്ടെ കേട്ടോ. നല്ല വെയിലുണ്ടായിരുന്നു, നല്ല ചുടുമ്പുകയുണ്ടായിരുന്നു, നല്ല ദാഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് നാരങ്ങ പിഴിഞ്ഞിട്ടുണ്ടെന്ന് വെള്ളം കുടിച്ചാലേ ഒരു സമാധാനം ഉണ്ടല്ലോ, ചെറിയൊരു സമാധാനം ഉണ്ട്. അങ്ങനെ വെള്ളമൊക്കെ വെച്ച് പോയതായിരുന്നു. ഫ്രിഡ്ജിൽ പൊതുവെ ഇപ്പോൾ വെള്ളം വെക്കലില്ല, ജലദോഷമാണ്. ജലദോഷം പിടിച്ചാൽ പിന്നെ മാറണില്ല എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ നമ്മൾ കുഞ്ഞാറ്റക്കൊക്കെ നല്ല ജലദോഷം ഉണ്ട് കേട്ടോ. അപ്പോൾ ഡോക്ടറെ കാട്ടിയപ്പോഴും മരുന്ന് തന്നിട്ടുണ്ട്, അങ്ങോട്ട് കുറഞ്ഞങ്ങോട്ട് കിട്ടണില്ല. പിന്നെ അത് ഇടയ്ക്കും നടക്കില്ല, മഴയുണ്ട്, പിന്നെ പോരാത്തതിന് നല്ല മഞ്ഞും ഉണ്ടല്ലോ, അതൊക്കെ പാടായിട്ടാവും. അങ്ങനെ വെള്ളം കൂടിയും കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം ഇവിടെ നിന്ന് പിന്നെ കുറച്ച് ഷോർട്ട് ഇടാണ്ടായിരുന്നു. അതൊക്കെ വോയിസ് ഓവറും കാര്യങ്ങളൊക്കെ കൊടുത്ത് അപ്ലോഡാക്കി കഴിഞ്ഞേരം പിന്നെ ഇതാക്കണ കടയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്ഥാനാർത്ഥികളൊക്കെ ഇതാ പൊന്തി വന്നിട്ടുണ്ട്. ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷനൊക്കെ കാര്യങ്ങളൊക്കെ നടത്തുന്ന പോരുകയാണല്ലോ. അപ്പം ഓലിതാ ഫ്ലക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓലൊക്കെ ജയിക്കട്ടല്ലേ, എന്തെങ്കിലുമൊക്കെ ഒന്നാവട്ടെ. അപ്പം ഞങ്ങൾ ഇതാക്കണ പീടിയേക്ക് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. ഞാനും ഉണ്ട്, സാസിക്കും ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മളെ അമ്മോൻ്റെ മകൻ്റെ കുട്ടിയാണ്. ഓന് എൻ്റെ ഒപ്പം കടയിലേക്ക് പോരാൻ നിൽക്കാണ്ടോ. അങ്ങനെ ഞാനും ഓനെ കടയിലൊക്കെ പറഞ്ഞേച്ച് പത്തിരിപ്പൊടി വാങ്ങിയിട്ടുണ്ട്, ശർക്കര വാങ്ങിയിട്ടുണ്ട്, അങ്ങനെ അല്ലറ ചില്ലറ സാധനങ്ങളും വാങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ഉണ്ടാക്കണമെന്നല്ലേ, കുറേ ദിവസമായല്ലോ ചെറിയൊരു റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. എന്നാൽ ഇവിടെ കടന്നോട്ടെ ഈ ഒരു ചെറിയ റെസിപ്പി എന്ന് ഞാനും വിചാരിച്ചു. അപ്പോൾ നമുക്കിന്ന് ചക്കരമത്തൻ വെച്ചാലോ. ചക്കരമത്തൻ നമ്മളെ മലപ്പുറത്ത് കൂടെയൊക്കെ ചക്കരമത്തൻ എന്നാണ് പറയാം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് മത്തൻ പായസം എന്ന് പറയാം. ഏതായാലും അത് വെക്കാമെന്നാണ് വിചാരിച്ചത്. ഈ ഒരു മത്തന് നമ്മൾ ഓടിൻ്റെ പുറത്തുണ്ട് കേട്ടോ, ഓടും പുറത്തുണ്ട്. പടുവം മുളച്ച് വന്നതാണ്. അതായത് പടുവം പറഞ്ഞാൽ മനസ്സിലാകുമല്ലേ. അപ്പം ഇങ്ങനെ നമ്മൾ വിത്തെറിയാതെ ഉണ്ടാകൂലേ, അതാണ് പടുവം മുളക്കൽ. അപ്പം അങ്ങനെ മുളച്ച് വന്നതാണ് കേട്ടോ. 2, 3, 4 ഉണ്ട് കേട്ടോ നമ്മളെ ഓടിൻ്റെ പുറത്ത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ പൊട്ടിച്ച് കൊടുത്തിട്ട് ഒന്ന് കുറച്ച് കറി വെച്ചിട്ടോ. ഇതിൻ്റെ പകുതി മുക്കാലും ഞാൻ കറി വെച്ചിട്ടുണ്ട്. നല്ല പൊടി ഉണ്ടായിരുന്നു, നല്ല മഞ്ഞ കളറുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ചക്കരമത്തൻ വെക്കണം എന്നുള്ളത്. വലിയ രസമല്ല, ഇഷ്ടമൊന്നുമില്ല. എന്നാലുണ്ടല്ലോ അത് ഇങ്ങനെ കാണുമ്പോൾ നല്ല പൊടിയില്ല മത്തൻ കാണുമ്പോൾ ചക്കരമത്തൻ ഓർമ്മ വരും. അപ്പോൾ പണ്ടെപ്പോഴോ കുടിച്ചതാണ്. അപ്പോൾ ഞാനൊന്ന് ഉണ്ടാക്കി വെക്കട്ടെ. പകുതി ഞാൻ ഫോണിൽ നോക്കിയിട്ട് എങ്ങനെ ഉണ്ടാക്കുക, ഒരു അന്തം ബുദ്ധം ഇല്ലല്ലോ. അപ്പോൾ കുറേ മുന്നേ കുടിച്ചതും തിന്നതും കുടിച്ചതും എങ്ങനെ ഉണ്ടാക്കിയത് നമുക്ക് വലിയ കഥ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാൻ ഫോണിലൊന്ന് നോക്കി
അപ്പം ഫോണിൽ നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ച പോലെ തന്നെയാണ് ഉണ്ടാക്കണത്. എങ്ങനെയാണെന്നല്ലേ, മത്തന് തൊലിയൊക്കെ കളഞ്ഞ് നല്ലപോലെ വൃത്തിയാക്കി ചതുര കഷ്ണങ്ങളാക്കിയാണ്ട് അരിഞ്ഞിട്ട് നമ്മളെ കുറച്ച് വെള്ളം ഒഴിച്ചാണ്ട് ഒന്ന് വേവിക്കാൻ വെക്കുക കേട്ടോ. പെട്ടെന്ന് വേവും, നല്ല പൊടിയുള്ള മത്തനാണെങ്കിൽ പെട്ടെന്ന് വേവും. വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ഉടച്ച് കൊടുക്കണം. പിന്നെ അതിക്ക് കുറച്ച് ഒരു 2 സ്പൂണ് അരിപ്പൊടി ഉണ്ടല്ലോ, കുറച്ച് വെള്ളത്തിൽ കലക്കിയാണ്ട് ഇതിൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിന് നല്ല തിക്കായിട്ട് വരും. പിന്നെ പഞ്ചസാര ചേർക്കരുത്, നമുക്ക് ശർക്കരയാണ് ചേർക്കാനുള്ളത്. അരിപ്പൊടി കലക്കി ഒഴിച്ച് കഴിഞ്ഞാൽ ഇത്തിരി വെള്ളമൊക്കെ ചേർക്കണം കേട്ടോ. വെള്ളം ചേർക്കുന്നതിന് മുന്നേ നമുക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ 2 അച്ച് ശർക്കര ഞാൻ പാനിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് അരിച്ചാണ്ട് ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളെ മധുരത്തിനനുസരിച്ച് ഇതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. പഞ്ചസാര ഇട്ട് ഒരിക്കലും ഇത് ഉണ്ടാക്കലില്ല എന്ന് തോന്നുന്നുണ്ട്, എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ശർക്കര ഇട്ടിട്ടാണ് കുടിച്ചിട്ടുള്ളൂ, ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് വേണ്ട ഒരു ഫ്ലേവറിന് 2 ഏലക്കായ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കുത്തിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങ മസ്റ്റാട്ടോ, തേങ്ങ ഇല്ലാത്തൊരു പരിപാടിയില്ല. അപ്പോൾ പഞ്ചപ്പെട്ട് നമ്മളത് അയൽവക്കത്തെ താത്ത 2 തേങ്ങ തന്നെന്ന്. അപ്പോൾ അതിനോട് ഇതാക്കണ ഇസ്കി ഏതായാലും ഇത് ഉണ്ടാക്കാനും കൂടി ഉണ്ട് കേട്ടോ തേങ്ങ. അപ്പോൾ തേങ്ങക്ക് തന്നെ പീടിയയിലും കിലോനും നല്ല വിലയാണല്ലോ, വെളിച്ചെണ്ണയ്ക്ക് തന്നെ വമ്പൻ വിലയാണ്. അപ്പോൾ തേങ്ങ അരച്ച കറികളൊന്നും കൂട്ടാതെ കേൾക്കാറ് നല്ലത്. അപ്പോൾ അവിയലൊക്കെ വെച്ച കാലം മറന്നു പോയിട്ടുണ്ട് കേട്ടോ, കുറേ ആയി അവിയലൊക്കെ വെച്ചിട്ട്. അപ്പോൾ തേങ്ങക്ക് നല്ല വിലയാണല്ലോ. അപ്പോൾ 2 തേങ്ങ തന്നുകൊണ്ട് ഇങ്ങനെ ഉപകാരപ്പെട്ടു. അങ്ങനെ ഒന്ന് തിളച്ച് വന്നാൽ പിന്നെ സമാധാനമായി. ഒന്ന് തിളച്ചൊന്ന് വറ്റാനൊന്നുമില്ല കേട്ടോ, ഒന്ന് തിളച്ചാൽ മതി. പായസം പോലെ കുടിക്കുകയാണെങ്കിൽ ഇതൊക്കെയാണ്. പിന്നെ പാത്രത്തിലാക്കിയാണ്ട് കോരി ഇങ്ങനെ കുടിക്കാനാണെങ്കിൽ കുറച്ചുകൂടി തിക്കാക്കാം കേട്ടോ. ചക്രമത്ത് നിന്ന് കുഞ്ഞാറ്റ, നോലുമ്പുകാരി കുഞ്ഞാറ്റ എങ്ങനെയുണ്ട്? കുടിച്ചോക്ക്, ഗുഡാണോക്ക്. ഇത് ആദ്യമായിട്ടാണ് കുടിക്കുക ചക്രമത്തൻ? ഇതെങ്ങനെയുണ്ട്? കുഴപ്പമില്ല. പായസം പോലെ ഉണ്ടോ? അമൃതപ്പൊടി പോലെ ചോളാണ്ടി രസമല്ലേ? അതൊക്കെയാണ്, രസമുണ്ട്. നമുക്ക് മസാലക്കറി വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു മസാലക്കറി ഉണ്ടാക്കട്ടോ. മസാലക്കറി കുളിച്ച് ഒരു 6 മണിയിലായിട്ടുള്ളൂ, വിളക്കത്തിക്കാനായില്ല. മസാലക്കറി ഉണ്ടാക്കട്ടോ. ഉള്ളി കിഴങ്ങ് ഇതാക്കുന്ന അടുപ്പത്തുണ്ട്. വൈക്കിട്ട് വിളക്കത്തിച്ചിട്ട് ചോറുന്നുണ്ടെങ്കിൽ വിളക്കത്തിച്ചോ. പെയ്യും സോയാബീൻ ഇതാ ഒരു മസാലക്കറി ആക്കട്ടെ. അപ്പോൾ നമുക്ക് ചോറ് തിന്നിട്ട് ട്യൂഷന് പോകാം. ചേച്ചി വന്നിട്ടില്ല. ഇത് നമ്മളെ ചക്കരമത്തം തിന്നിട്ട് ഇഷ്ടപ്പെടാത്തവർക്ക് വേണ്ടിയിട്ട് ക്രീം ബിസ്ക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. ഇവർക്ക് ഇഷ്ടപ്പെട്ടു. കണ്ടോ മുഖം കണ്ടോ, നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? അപ്പോൾ ഞാൻ കുടിച്ച് നോക്കിയിട്ടില്ല, എങ്ങനെയുണ്ട് എന്ന് കുടിച്ച് നോക്കിയിട്ടില്ല. ഇതിൻ്റെ കുടിക്കാൻ നിൽക്കണ്ട, ഞാൻ കുടിച്ചോട്ടടി. ഇത്തിരിയും കൂടി മധുരമാണേന്നു, മധുരം കമ്മിയാണ്, ഇത്തിരിയും കൂടി മധുരമാണേന്നു. സാരല്ല. 2 മത്തനും കൂടി ഉണ്ട് കേട്ടോ. നമ്മൾ 2 മത്തൻ കായും കൂടി ഉണ്ട്. പിന്നെ നമ്മളെ വായയിലൊരു 2 മത്തൻ കായ ഉണ്ട്. അപ്പം നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. ഇനി വൈകുന്നേരത്തായി ഒരു 6 മണിയായി. ഇനി വിളക്കെത്തിക്കണം, ഒരു പ്രാർത്ഥന ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ്. മസാലക്കറി ഇതാക്കുന്ന ഒരു വിധമൊക്കെ സോയാബീനും കൂടി ഞാൻ ഇട്ടിട്ടുണ്ടോ. സോയാബീൻ ഇട്ടു, കിഴങ്ങ് വെന്തു, ഉള്ളി കിഴങ്ങ് വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ ഇട്ടതാ, ഉപ്പ് മഞ്ഞൾ മുളകും പൊടി ഇട്ടു. നമുക്കൊരു ബീഫ് മസാല ഇട്ടോ. അപ്പോൾ ബീഫിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ബീഫ് മസാല ഇട്ടു, ഞാൻ വറ്റിച്ചെടുക്കട്ടോ. ബാങ്കാണ് കൊടുക്കുന്നുണ്ട്. ബാങ്ക് കൊടുത്തു, വിളക്കെത്തിക്കാനായിട്ടുണ്ട് കേട്ടോ. ബാങ്ക് കൊടുത്താൽ അപ്പം വിളക്കെത്തിക്കണം. ഒന്ന് വറ്റി തരട്ടെ. കുഞ്ഞേ വിളക്കെത്തിച്ചടി, ബാങ്ക് കൊടുത്ത്. അങ്ങനെ അടുക്കളയത്തെ ഒരു വിധം പണി കഴിഞ്ഞിട്ടുണ്ട്. ചോറ് ഇത് കറുവത്തുപ്പേരി രാവിലെ വെച്ചത്. പിന്നെ നമ്മൾ പറിച്ചുകൊണ്ടുവന്ന വെള്ളരി മോരുകറി വെച്ച്, വെള്ളരിക്ക മോരുകറി.
കണ്ട വെള്ളരിക്ക മോരുകറി നല്ല അടിപൊളി മോരുകറിയുണ്ട്. മോരുകറിയുണ്ട്. പിന്നെ നമ്മളെ മൂപ്പർക്ക് നോലുമ്പൊന്നുമില്ല കേട്ടോ, ബീഫ് വരട്ടിയതുണ്ട് കണ്ട. പിന്നെ ചോറിഞ്ഞ് വേണമെങ്കിൽ വെക്കാം, കുറച്ച് ചോറുള്ളൂ. അപ്പം ഇനി വേണമെങ്കിൽ വെക്കാം. ചക്കരമത്തനൊക്കെ തിന്ന് ബാക്കി വയറിൽ വേറെ സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് വയ്ക്കാൻ വേണമെങ്കിൽ. അത്രേ ഉള്ളൂ. ഒരാൾ വിളക്കൊക്കെ എത്തിച്ചു. അങ്ങനെ ഇവിടെ ഒരാൾ ഇതാ വിളക്ക് കത്തിക്കുകയാണ് കേട്ടോ. അവർക്ക് ട്യൂഷന് പോകാനായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ടാണ് പോയാലൊരു സമാധാനമാണല്ലോ. അപ്പോൾ നമ്മളെ വീട്ടിൽ ഇതാ രണ്ടാൾക്ക് മാത്രമേ നോലുമ്പുള്ളൂ. നമുക്ക് നോലുമ്പ് കിട്ടിയിട്ടില്ല കേട്ടോ. 2-3 നോലുമ്പേ നമ്മൾ എടുത്തിട്ടുള്ളായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോയും കാര്യങ്ങളും ഞാൻ എടുത്തിട്ടുമില്ല. എടുക്കണം എന്നൊക്കെ ചിന്തിച്ചിരുന്നു കേട്ടോ. പക്ഷേ അങ്ങനെ ഒരു കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ മക്കൾ രണ്ടാളും എടുത്തിട്ടുണ്ട്. 12 ദിവസം കഴിഞ്ഞിട്ടാണ്, 12-ാം തീയതി കഴിഞ്ഞിട്ട് മുറിക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അതൊക്കെ ഓല ഇഷ്ടമല്ലേ, ഓല എപ്പോഴെങ്കിലുമൊക്കെ മുറിച്ചോട്ടെ. അപ്പം ഇനി ഞാൻ അങ്ങോട്ട് അടുക്കളയിൽ പോയോക്കട്ടെ കേട്ടോ. നമുക്ക് പോത്തിന് വെള്ളം കൊടുക്കാനുണ്ട്. അതപ്പോൾ ഞാൻ കുളിക്കാൻ മടിച്ചിങ്ങനെ നിൽക്കണ്. ഇനി വെള്ളം കൊടുത്താൽ സമാധാനത്തോടെ കുളിക്കാം. പോത്ത് വരട്ടെ എന്നിട്ട് നമുക്ക് വെള്ളം കൊടുത്തിട്ട് കുളിക്കാം. പോത്തുകുട്ടികൾ വരുന്നതിന് മുന്നേ വെള്ളങ്ങളൊക്കെ സെറ്റാക്കാനുണ്ട്. ഇതിപ്പോൾ റാഗി പോലെ കേട്ടോ, റാഗിയല്ല വരകിയത് എന്ന് പറയും. അപ്പോൾ പുളിങ്കൂരും കണ്ടത്തെ എന്തൊക്കെയോ പരിപാടികളുണ്ട്. അത് ഇതാക്കണമൊന്ന് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ പുഴുങ്ങി റെഡിയായി. പിന്നെ അതിക്ക് കുറച്ച് എന്തൊക്കെയോ പൊടി ഇടാൻ പറഞ്ഞു. ആ പൊടികളൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കാടിയും കൂടി അവിടെ എത്തിച്ച് കൊടുത്താലുണ്ടല്ലോ നമ്മളെ പരിപാടി കഴിഞ്ഞൊക്കെയൊന്ന് കുളിക്കാം കേട്ടോ. സമാധാനത്തോട് കൂടി കുടിക്കുക. അല്ലെങ്കിൽ ഇതിങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കും, അതിട്ടോ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ വിളിക്കും. കാടി റെഡിയാക്കിയിട്ടില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ വിളിക്കും. അപ്പോൾ അതിൻ്റെ മുന്നേ പറയുന്നതിന് മുന്നേ ചെയ്യല്ലേ നമുക്ക് ഏറ്റവും നല്ല കാര്യം. അങ്ങനെ ഇതാകണം. കൊപ്ര പുണ്ണാക്കൊക്കെ കൊണ്ടുവന്ന് ഇനി കാടി കൊണ്ടുപോയി ഇടട്ടെ കേട്ടോ. ബാക്കിയുള്ള പുണ്ണാക്കുകൾ കുറച്ച് അവിടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. രാത്രിയായി തുടങ്ങിയിട്ടുണ്ട്. രാത്രിയായി തുടങ്ങിയതുകൊണ്ട് തന്നെ കുഞ്ഞാറ്റ വേഗം ട്യൂഷന് പോയിട്ടുണ്ട്. ഇപ്പോൾ ട്യൂഷന് ചേർത്തിയിട്ടുണ്ട്. കുറച്ച് ബാഗ് കാണുമെന്നൊരു സംശയമുണ്ട്. അപ്പോൾ ട്യൂഷന് ചേർത്തിയിട്ടുണ്ട്. അപ്പോൾ കാടി വെള്ളത്തിൽ ഇതാക്കണം, പുണ്ണാക്ക് ഇട്ട് വെച്ചിട്ട് അതിൻ്റെ പോലെ പാത്രത്തിൽ കൊണ്ടുപോയി ഒഴിച്ചാണ്ടല്ലോ നമുക്ക് കുളിക്കട്ടോ. സമാധാനമായിട്ട് കുളിച്ച് ഒരു പ്രാർത്ഥനയുണ്ട് പാസ്സാക്കിയാണ്ടല്ലോ ഭയങ്കര സമാധാനം. ഇന്നത്തെ പരിപാടികൾ അവിടെ വെച്ച് തീർക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ വെള്ളരി ചെത്തി ആ ഒരു കഷ്ണങ്ങളൊക്കെ ഞാൻ അതിൽ ചേർത്തിട്ടുണ്ട്. ഒരു കുടിക്കട്ടെ, ഒരു കുടിച്ചിട്ട് നന്നാവട്ടെ. അങ്ങനെ ആ ഒരു പാത്രം കൊണ്ടാണ്ട് നമ്മൾ വലിയ പോലെ പാത്രം ഉണ്ട്, വലിയൊരു ബേസ് വാങ്ങിയിട്ടുണ്ട് ഓൾക്ക് കാടി കുടിക്കാനായിട്ട്. അതിലൊന്ന് ഒഴിച്ച് വെച്ച് അപ്പം ഇനിയൊരു സമാധാനം ഉണ്ടല്ലോ എനിക്ക്. അങ്ങനെ പോത്തും വന്നു, പോത്തിൻ്റെ മുതലാളിയും വന്ന് നമ്മളെ ചക്കരമത്തനൊക്കെ കുടിക്കുക കേട്ടോ. അപ്പം തന്നെ പറയുന്നുണ്ട് വയറ് മുട്ടു തോന്നില്ല, പേടിയുണ്ട് കേട്ടോ. അപ്പോൾ ഗ്യാസിൻ്റെ ഗുളിക മുന്നിലെടുത്ത് വെച്ചിട്ടാണ് ഇതൊക്കെ കുടിക്കാനായിട്ട്. പിന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും പുതിയതായിട്ടൊന്ന് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടെ. തൊട്ടടുത്ത് കാണാൻ ബെൽ ബട്ടൺ നോക്കിയിട്ട് ഓളെന്ന ഓപ്ഷൻ കൂടി കൊടുക്കുക. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും കൂടി ചെയ്യുക കേട്ടോ. പിന്നെ ഹൈപ്പും കൂടി അമർത്തണം കേട്ടോ. അങ്ങനെ ചക്കരമത്ത കുടിക്കട്ടെ, ഇരുത്തി കുടിപ്പിക്കുകയാണ് എന്നാൽ സാരം. അപ്പം ഞാനിതവിടെ ചോറിനുണ്ട്. സമയം ഒന്നും ആയിട്ടില്ല, 6:30 ആയിട്ടുള്ളൂ. എന്നാലും ഭയങ്കര ഇരുട്ടാട്ടോ. ഇപ്പം രാത്രി കുറച്ച് കൂടുതലും പകൽ കുറച്ച് കുറവാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് രാത്രിയാകണ പോലെ ഉണ്ട് കേട്ടോ. അങ്ങനെ ചക്കരമത്തം ഇരുത്തി കുടിപ്പിച്ചിട്ടുണ്ട് ഞാൻ. അപ്പം ഞാനിതാ ചോറ് നട്ടോട്ടെ. ഒരു 7 മണി 6:30-7 മണിൻ്റെ ഉള്ളിൽ എൻ്റെ ഭക്ഷണം തീറ്റി കഴിയും. അപ്പോൾ ഇതാണ് ചോറ്. അപ്പോൾ ചോറും ഇതാകണം, കുറച്ച് മോരുകറി എടുത്തിട്ടുള്ളൂ. ഇതാണ് രാത്രിക്കത്തെ എൻ്റെ പ്ലേറ്റ്. ഉച്ചക്കൽ കുറച്ച് ചോറൊന്നും അതിൻ്റെ പകുതിയാണ് ഞാൻ രാത്രി തിന്നലുള്ളൂ. ഇതന്നെ മതി കേട്ടോ. അപ്പോൾ ഡയറ്റ് ആണോ ചോദിച്ചാൽ അത്ര കഠിനമായിട്ട് ഡയറ്റും കാര്യങ്ങളൊന്നുമില്ല. രാവിലെ നടക്കാൻ പോകലുണ്ട്. പിന്നെ അതിനെ സംബന്ധിച്ചിട്ട് കുറച്ച് വ്യായാമങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നപ്പോൾ അങ്ങനെ ആയി. നമ്മളിതാക്കണം, നമ്മളെ മുന്നേ വയറ് ചാടി നടക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊരു വ്യായാമം ചെയ്യലുണ്ടല്ലേ, അത്രയേ ഉള്ളൂ.